Good morning everyone. Class 9 State Syllabus History നാലാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ലോങ് ഇയേഴ്സ് എഗോ വി മെയ്ഡ് എ tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in fully measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. A moment comes, which comes but rarely in history, when we step out from the old to new, when an age ends and when the soul of a nation long suppressed finds utterance. It is fitting that at this solemn moment we take the pledge of dedication to the service of India and her people and to the still larger cause of humanity. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ജീവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. The above is an excerpt from our first Prime Minister Jawaharlal Nehru's address to the nation on the eve of India's independence. സ്വാതന്ത്ര്യ പുലരിയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ ഈ ബോക്സിനകത്ത് മുകളിൽ വായിച്ചത്. Nehru appeals to the Constituent Assembly to shake off the evils of foreign rule and lead the country to a hopeful and responsible path. വൈദേശിക ഭരണത്തിൻ്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷാ നിർഭരവും ഉത്തരവാദിത്വപൂർണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത്. India's independence on 15th August 1947 entrusted a huge and important responsibility to our Constituent Assembly. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വലുതും പ്രധാനപ്പെട്ടതുമായിരുന്നു. പീപ്പിൾ were subjected to discriminatory, undemocratic and unjust measures under the British rule. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയമാക്കപ്പെട്ടിരുന്നു. The caste system, along with a multitude of other social evils and human rights violation that existed in the Indian society at that time, was beyond the imagination of the modern society. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും മറ്റു സാമൂഹിക ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. After independence, our national movement and people had the idea of creating a democratic government and a welfare system that would address all these problems. സ്വാതന്ത്ര്യാനന്തരം ഇവയ്ക്കെല്ലാം പരിഹാരമാകുന്ന ഒരു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാകണമെന്ന ചിന്ത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. Democratic governance and the construction of a welfare state were the two most important promises given to the people by the independent India. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്കു നൽകിയ പ്രധാനപ്പെട്ട രണ്ട് വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. The first step in this direction was the formation of the Constituent Assembly and the objective resolution presented by Nehru. ഇതിലേക്കുള്ള ചുവടുവയ്പ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും. അടുത്തതായിട്ട് ഫ്രം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ലക്ഷ്യപ്രമേയത്തിൽ നിന്നും ഭരണഘടനയിലേക്ക്. അതിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യപ്രമേയമാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിക്ലെയർസ് ഇൻ സോളമൻ ഡിറ്റർമിനേഷൻ ടു മേക്ക് ഇന്ത്യ ആൻ ഇൻഡിപെൻഡൻറ്റ് സോവറിൻ റിപ്പബ്ലിക് ആൻഡ് ടു ഫ്രെയിം എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇറ്റ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. The independent sovereign India would be a union of former British Indian territories, Indian states and other parts outside British India willing to become a part of the Indian Union.
സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയനായിരിക്കും. The territories forming the Union of India will be autonomous units. In addition, they are vested with all powers and duties not vested in the central government. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. All of the powers of an independent sovereign India will emanate from the people. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, equality of opportunity and equality before the law, as well as fundamental freedom of speech, expression, belief, worship, profession, association and assembly subject to law and public morality shall be ensured and protected for all the people of India. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. Given above are some of the ideas from the objective resolution presented by Jawaharlal Nehru in the Constituent Assembly on 13th December 1946. The key ideals put forward by the national movement are included in the objective resolution. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൻ്റെ ചില ആശയങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതായത് ഭാരതത്തിൻ്റെ ഭരണഘടന, അതിൻ്റെ പ്രിയാമ്പിളാണ്. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ആമുഖം. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര, സ്ഥിതി, സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, അതായത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ, പദവിയിലും അവസരത്തിലും സമത്വമാക്കാനും, ഫെർട്ടേണിറ്റി, അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ, അവർക്കിടയിലെല്ലാം വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. Isn't it clear that the various ideas of the objective resolutions are included in the preamble of our Constitution? അതായത് ലക്ഷ്യപ്രമേയത്തിലെ വിവിധ ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായല്ലോ. Let us examine how adequate the provisions of the Constitution are to realize the ideals, visions and objectives and the like mentioned in the preamble. ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, ലക്ഷ്യങ്ങൾ തുടങ്ങിയവ സാക്ഷാത്കരിക്കുന്നതിന് ഭരണഘടനയിലെ വ്യവസ്ഥകൾ എത്രമാത്രം പര്യാപ്തമാണെന്ന് നമുക്ക് പരിശോധിക്കാം. Features of the Constitution. The Constitution of India was drafted by the Drafting Committee of the Constituent Assembly constituted on 6th December 1946 on the recommendation of the Cabinet Mission, which lasted for 2 years, 11 months and 17 days from 9th December 1946. അടുത്തതായിട്ട് ഭരണഘടനയുടെ സവിശേഷതകളാണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. The Constitution of India adopted on 26 November 1949 had 395 articles and 8 schedules in 22 parts.
1949 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. The Constitution of India that came into force on 26 January 1950 continues to be a living document incorporating changes from time to time. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു. Many of the ideas upheld by the Indian nationalist movement and mentioned in the objective resolution have become a part of the Constitution. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിച്ചതുമായ നിരവധി ആശയങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട്. Let us know the features of the Constitution which was prepared after detailed studies and discussions. വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം തയ്യാറാക്കപ്പെട്ട ഭരണഘടനയുടെ സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം. ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അതായത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. എ കോംപ്രിഹെൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് അബൌട്ട് 1.5 million വേർഡ്സ്, 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണത്. ഡീറ്റെയിൽഡ് കണ്ടന്റ് കൺസിഡറിങ് ദ ഡൈവേഴ്സിറ്റി ആൻഡ് വാസ്റ്റ്നെസ് ഓഫ് ദ കൺട്രി, രാജ്യത്തിൻ്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കമാണത്. പാർലമെൻ്ററി ഡെമോക്രസി, അതായത് പാർലമെൻ്ററി ജനാധിപത്യം. Members of the executive are drawn from the legislature and the legislature controls the executive. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. അതുപോലെ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ, ദൃഢവും അയവുള്ളതുമായ ഘടനയാണ്. ടു അമെൻഡ് certain provisions special procedure shall be followed but some others can be amended in the ordinary ലെജിസ്ലേറ്റീവ് മാനർ. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്, എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതുമാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ദ സ്റ്റേറ്റ് ടു എവരി ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണത്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സിറ്റിസൺസ് ടുവേർഡ്സ് ദ സ്റ്റേറ്റ് ആൻഡ് ദ സൊസൈറ്റി, പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് രണ്ടാമത്തത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ദ ഡയറക്ഷൻസ് ഗിവൻ ടു ദ സ്റ്റേറ്റ് ഫോർ ദ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ നേഷൻ, ഭാവി രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണത്. ഇനി ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ, അതായത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. Lower house Lokasabha which represents the whole people and the upper house Rajya Sabha which represents the states for a second thought in legislation. അത് മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന ലോകസഭ നിയമ നിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ, അതായത് രാജ്യസഭ. ഇങ്ങനെ 2 സഭകളുണ്ട്. ഇനി ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്, അതായത് ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസമാണ്. ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ്. ഹൗവർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷ്രൈൻസ് സം സ്പെഷ്യൽ പവേഴ്സ് ദാറ്റ് ഗീവ് ദ സെൻറ്റർ ആൻഡ് അപ്പർ ഹാൻഡ്, അതായത് അധികാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്, എങ്കിലും കേന്ദ്രത്തിന് നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ്. ജുഡീഷ്യറി സിസ്റ്റം ഫ്രീ ഫ്രം ദ കൺട്രോൾ ഓഫ് ദ ലെജിസ്ലേച്ചർ ആൻഡ് ദ എക്സിക്യൂട്ടീവ്, നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം. ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. Independent constitutional institutions to make the democratic system broad and meaningful. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. ഓക്കെ, നമുക്കിന്ന് ഇത്രയും മതി. നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ് ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഇന്ത്യൻ ഫെഡറലിസം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.